അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഅ്ജാസുൽ ഖുർആൻ്റെ അമാനുഷികത, ദൈവികത, ഡിവൈനിറ്റി ഓഫ് ഖുർആൻ, ഇതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്, ഒരു ഫീൽഡാണ് ഖുർആൻ്റെ സയൻറ്റിഫിക് മിറാക്കിൾസ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന നിലക്ക് നമ്മൾ കുറേ സയൻസുമായി ബന്ധപ്പെട്ട കുറേ സയൻറ്റിഫിക് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഖുർആൻ്റെ ഒരു സയൻറ്റിഫിക് മിറാക്കിൾസ് നമ്മൾ മനസ്സിലാകുമ്പോൾ ശരിക്കും ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, ഇറ്റ് ഈസ് ഫ്രം അള്ളാഹ് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. എന്നെ നമ്മൾ ഈ സയൻറ്റിഫിക് മിറാക്കിൾസ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷം മുമ്പാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്, അല്ലേ? 1400 വർഷം മുമ്പാണ് ഖുർആൻ്റെ റെവലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഖുർആനിൽ ആധുനിക ലോകം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പോലും കണ്ടെത്തിയ പല ശാസ്ത്ര സത്യങ്ങളും പരാമർശിച്ചെന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് പടച്ചവന് മാത്രമേ കഴിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും. ഇതിൽ മൾട്ടിപ്പിൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. പക്ഷേ ബേസിക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആന് ആരുടെ വചനമാണ്? അറബികൾ പലരും പറഞ്ഞിട്ടുണ്ട് അത് മുഹമ്മദ് നബിയുടെ വചനമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പോലും പലരും ഖുർആനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ പറയുന്നുണ്ട്. അത് മുഹമ്മദ് നബിയുടെ, അവർ പറയുമ്പോൾ മുഹമ്മദിൻ്റെ വചനങ്ങളാണ് എന്നവർ പറയും. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം മിറാക്കിൾസ്, ഇത്തരം ഡിവൈനിറ്റിയുമായി ബന്ധപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങൾ നമ്മൾ ഇതിൻ്റെ ബേസിക്കായി മനസ്സിലാക്കാൻ നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ കുൻത തസ്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. എന്താ പറയുന്നത്? വമാ തസ്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അതായത് മുമ്പ് ഒരു കിതാബും വായിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, അല്ലേ? നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ എന്താണ്? ഒന്നും എഴുതിയിട്ടില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഫാക്റ്റ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ചിലർ പറയും അത് ഭയങ്കര കുറച്ചിലല്ലേ? അല്ല, അത് അള്ളാഹു ഇതിനൊരു ഡിവൈനിറ്റി യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടി വെച്ചതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറബികളിൽ ആകെ 20ഓളം ആളുകൾക്ക് അന്നത്തെ കാലത്ത് എഴുത്തും വായനയും നല്ല വശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എഴുത്തും വായനയും അറിയാത്ത ആ മെജോറിറ്റി സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ജുമുഅയിൽ ഇങ്ങനൊരു പരാമർശമുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ഇതൊരു ബേസിക് ഫാക്ട് എന്നൊക്കെ പറയുന്നത് മാത്രം കേട്ടോ. അതായത് അള്ളാഹു നിരക്ഷകർക്കിടയിൽ, അൺലെറ്റേർഡ് ആളുകൾക്കിടയിൽ അവരിൽ നിന്ന് തന്നെ പെട്ടൊരു പ്രവാചകൻ അയച്ചു എന്ന് പറയുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ആഖരീന, അവർക്ക് പിൻഗാമികളായ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ നമുക്കുമുള്ള പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ പ്രവാചകൻ്റെ ഒരു പ്രോഫിറ്റ്ഹുഡ് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് ഫ്രം അല്ലാഹ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മിറാക്കിളാണ് അൺലെറ്റേർഡായ പ്രവാചകൻ, എഴുത്തും വായനയും വശമില്ലാതിരുന്ന പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറയുന്നു? ആധുനിക ലോകം ഇപ്പോഴും കണ്ടെത്തിയതും ഇനിയും കണ്ടെത്താതിരിക്കുന്നതുമായ
കുറേ ശാസ്ത്ര സത്യങ്ങൾ പറയുന്നു. ഇതാണ് ഖുർആൻ്റെ ഡിവൈനിറ്റി. അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് ഇതിൽ പറയാം. ഒരു എക്സാമ്പിൾ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ്. അതായത് ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്നൊരു തിയറി ഉണ്ട്. ഇത് ആദ്യമായി കണ്ടെത്തിയത് 1929 അമേരിക്കൻ ഗോളശാസ്ത്രജ്ഞനായ ആസ്ട്രോണമർ എഡ്വിൻ ഹബിൾ ആണ്. അല്ലെ, ആസ്ട്രോണമർ ഗോളശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ആണ്. അദ്ദേഹം ഇത് കണ്ടെത്തി. അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്? തൻ്റെ നിരീക്ഷണങ്ങൾ വെളിച്ചത്തിൽ ഈ ഗാലക്സികളും നക്ഷത്രങ്ങളൊക്കെ പരസ്പരം ഇങ്ങനെ അകന്നു പോവാണെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പ്രപഞ്ചം വികസിക്കുന്നു. ഇത് ഇന്ന് ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണ്, ഇതിനാരും നിരാകരിക്കുന്നില്ല, ഏറ്റവും വലിയ സത്യമാണ്. പക്ഷേ 1400 വർഷം മുമ്പ് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്താ അള്ളാഹു പറയുന്നത്? നോക്കണേ കേട്ടോ. എഡ്വിൻ ഹബിള് വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ്, ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഈ ശാസ്ത്രജ്ഞ കണ്ടെത്തുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? നാം ആകാശത്തെ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചു, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നാ ലമൂസിഊൻ, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അതായത് ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് സൃഷ്ടിച്ചവൻ ആരാണ്? അള്ളാഹുവാണ്. ഇവിടെ ഉപയോഗിച്ച വേർഡ് മൂസിഊൻ, ഇതിൻ്റെ അർത്ഥം വികസിപ്പിക്കുക എന്നാണ്. അല്ലേ, നാം വികസിപ്പിക്കുന്ന അർത്ഥത്തില. ഇന്നാ ലമൂസിഊൻ, നാം വികസിപ്പിക്കുന്ന അർത്ഥത്തില പറയുന്നത്. അല്ലേ, എന്ന് പറഞ്ഞാൽ സദാ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു പ്രയോഗം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് ഈ പ്രപഞ്ചം വികസിക്കുക എന്ന് പറഞ്ഞത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ഭൗതിക വിപ്ലവമാണിതെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു കണ്ടെത്തലുള്ള പ്രപഞ്ചം വികസിക്കുക എന്നുള്ളത് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട നോളജ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് എഡ്വിൻ ഹബിളിനെ പോലുള്ള ആളുകൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തുന്നത്. അല്ലേ, ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ആകാശം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആന് ഈ ടെലസ്കോപ്പുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഈ ടെലസ്കോപ്പുകളൊന്നും ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്യുന്നു? ഇത് കണ്ടെത്തി എന്ന് മാത്രമല്ല, ഈ സത്യങ്ങൾ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചു. നമ്മൾ മുമ്പ് ഖുർആൻ്റെ ഡിവൈനിറ്റി, ഖുർആൻ ക്രോഡീകരിച്ചതിനെ കുറിച്ച്, അന്നുള്ള അതേ ഖുർആനാണ് ഇന്ന് നിലനിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഖുർആന് ഇപ്പോഴും ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന, ഇനിയും കണ്ടെത്താതിരിക്കുന്ന ശാസ്ത്രജ്ഞങ്ങൾ പറയുന്നു. ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊന്നും കൂടി ഒരു ക്ലാരിറ്റി തരാം. എങ്ങനെ വികസിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെ പ്രപഞ്ചം വികസിക്കുക? യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളും ഗാലക്സികളും ഇങ്ങനെ പരസ്പരം അകലാണ്. ഇതൊക്കെ നമ്മൾ അകലുന്നുണ്ട്, അവ പരസ്പരം അകലാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ലൊരു ബലൂൺ എടുക്കുക, ആ ബലൂണിൽ കുറേ ഡോട്ടുകൾ ഇങ്ങനെ ഇടുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങളിങ്ങനെ ആ ബലൂൺ വീർപ്പിച്ച് നോക്ക്, എന്താ സംഭവിക്കുക? അങ്ങനെ വീർപ്പിക്കുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ബലൂൺ ഇങ്ങനെ വലുതാവും. അപ്പോൾ അതിലെ ഡോട്ട്സുകളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ അകന്നകന്നു പോകും. അല്ലേ, ശരിയല്ലേ? ഡോട്ട്സുകളൊക്കെ ഇങ്ങനെ, ആ കുത്തുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? അകന്നകന്നു പോകും. ഇതുപോലെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുകയാണ്. ആ വികസിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഗാലക്സികളും നക്ഷത്രങ്ങളും അല്ലേ, സ്റ്റാർസും എല്ലാം എന്ത് ചെയ്യുന്നു? അത് നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് ഇവിടെയുള്ളത് ഇങ്ങനെ വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ അകന്നകന്ന് ദൂരെ പോകുന്നു. മാഷാ അല്ലാഹ്. ഡിഫറൻസ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമുക്ക് ഖുർആൻ്റെ ആളുകളായി മാറാൻ, അഹ്ലുൽ ഖുർആനായി മാറാൻ സാധിച്ചല്ലോ. അല്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അഹ്ലുൽ ഖുർആൻ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസോടെ പറയാം, ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിനുള്ള ഒരു തെളിവാണ്, ഒരു മിറാക്കിളാണ് നമ്മളിന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു, ഇന്നാ ലമൂസിഊൻ, നാം അതിനെന്ത് ചെയ്യുന്നു? വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നും ശാസ്ത്രലോകം ഇത്തരം സത്യങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ആ ടെലസ്കോപ്പ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെലസ്കോപ്പാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, അത് ഉപയോഗിച്ച് കണ്ടെത്തിയ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ, കുറച്ചും കൂടി ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അത്രയും വികസിച്ചാണല്ലോ പ്രപഞ്ചം. അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത് എന്താണ്? പ്രപഞ്ചം നമ്മൾ
കണ്ടതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന പ്രയോഗം ഉണ്ടാവും. നമ്മൾ കണ്ടതിനപ്പുറമുള്ള പ്രപഞ്ചമുണ്ട് അല്ലേ? അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ വചനം കൂടി മുമ്പിൽ വെച്ച് പഠിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ആരെ കണ്ടെത്താൻ കഴിയും? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയും. ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഞാൻ നേരത്തെ പരാമർശിച്ച ടെലസ്കോപ്പിൻ്റെ പേര് ജെയിംസ് വെബ് എന്നാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. അത് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, ഖുർആൻ്റെ ഡിവൈനിറ്റി ബോധ്യപ്പെടാൻ, അങ്ങനെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.